ആദ്യമായിട്ടാണ് മന്ത്രിയായിട്ട് ഒരു മറുപടി പറയണത്. എനിക്കേറ്റവും അധികമുള്ള തെരിച്ച്, കാരണം ഒക്കെ നമ്മളെ സുഹൃത്തുക്കളല്ലേ. സർ, പൊതുമരാമത്ത് വകുപ്പ് എല്ലാവർക്കും സർ വികസനം വേണം, എല്ലാവർക്കും റോഡ് വേണം, എല്ലാവർക്കും പാലം വേണം, എല്ലാവർക്കും മേൽപ്പാലം വേണം, ജംഗ്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ് വേണം, ബൈപ്പാസ് വേണം. അതൊക്കെ നമുക്ക് നടത്താം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ജനപ്രതിനിധികളോട് പറയും. ഇപ്പം എല്ലാവരും വന്ന് പുതിയ അംഗങ്ങളുണ്ട്, പഴയ അംഗങ്ങളുണ്ട്, എല്ലാവരും പറയുന്നത് ഇപ്പോൾ പാലം, ഉദാഹരണത്തിന് ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഈ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ജനപ്രതിനിധികൾ അത് സൗജന്യമായി ആയി തന്നാൽ എല്ലായിടത്തും നമുക്ക് ആവശ്യത്തിന് പാലങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. അല്ല, അങ്ങനെ തന്നെ പറ്റുള്ളൂ. അക്വിസേഷന് പോയാൽ ഒരു പാലത്തിൻ്റെ ഒരു അക്വിസേഷന് പോയാൽ 2 കൊല്ലം 3 കൊല്ലം പിടിക്കും. എവിടെയാണ് ആ പാലം നടക്കുന്നത്? കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും അതിന് മുമ്പുള്ള ഗവൺമെൻറ് കാലത്തും കുറേ പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 24 പാലം പണി കഴിഞ്ഞിട്ട് 8 കൊല്ലമായി അപ്രോച്ച് റോഡ് കിട്ടിയിട്ടില്ല. അപ്പം അതിനൊരു മാറ്റം വരണ്ടേ? മാറ്റത്തിനാണല്ലോ ജനങ്ങൾ ഇരുത്തിയത്. പിന്നെ ജനപ്രതിനിധികൾ വിചാരിച്ചാൽ, പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, നമ്മളൊക്കെ വിചാരിച്ചാൽ നാട്ടുകാർ സൗജന്യമായിട്ട് സ്ഥലം തരും. മെനക്കെട്ടാൽ കിട്ടും. ഞാൻ 15 കൊല്ലമായിട്ട് എൻ്റെ നിയോജക മണ്ഡലത്തിൽ എല്ലാവരും നാട്ടുകാർ സൗജന്യമായി സ്ഥലം റോഡ് വീതി കിട്ടിയത്, പാലത്തിന് അപ്രോച്ച് റോഡ് കിട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വികസനം കിട്ടിയത്. ബഹുമാനെ സജി ഇങ്ങനെ പറയണ്ടില്ല, ബഷീറിന് കിട്ടിയത് അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്കൊരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാണല്ലോ, അതുകൊണ്ടാണ് വന്നത്. ഞാൻ പറഞ്ഞത് എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടിൽ വികസനം വേണം. ഇനി കുറേ ആണ്ട് കൊടുത്തോണ്ട് നാട്ടുകാർ വോട്ട് ചെയ്യുന്ന വിചാരിച്ച് നിൽക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾ തോറ്റ് 102 ഞാൻ പറയട്ടെ, ഞങ്ങൾക്കൊക്കെ 5 കോടി, ഇങ്ങൾക്കൊക്കെ 20-25 കോടി. ബഹുമാനോടെ ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ആ 20% നിങ്ങൾ കൊണ്ടുവന്ന് തന്നെ നിങ്ങളെ നന്നാക്കാനാ, ഞങ്ങളെ ഇരുത്താനോ അതാ ഉണ്ടായത്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. നിങ്ങളൊക്കെ ഇപ്പോൾ 62 മണ്ഡലങ്ങൾ ഇപ്പം ഞങ്ങൾ ജയിച്ചു വന്നു. അത് ഞാൻ കണക്ക് നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാലോ. ഇപ്പം എനിക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എത്ര കിട്ടിയേ? 6 കോടി. അപ്പോൾ ആ ഒരു വിവേചനം ഒന്നും നമ്മളിൽ ഉണ്ടാവില്ല, എല്ലാവരും പരിഗണിക്കും. നിങ്ങൾ പറയും പ്രൊപ്പോസ് ചെയ്തേര്. പിന്നെ ഫ്ലൈ ഓവർ, അതുപോലെ തന്നെ ജംഗ്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ്, ബൈപ്പാസ്, ഇതൊക്കെ നടത്തുന്നതിന് വേണ്ടി ഒരു സ്റ്റഡി നടത്തും. MLA നിർദ്ദേശം തരും. ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് 3 മാസം കൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി എവിടെയൊക്കെ വേണമെന്നുള്ള തീരുമാനം ഉണ്ടാവും. യാതൊരു സംശയം വേണ്ട. ഇത്ര പാലൊന്നും ഞാൻ പറയണം. അക്കബർ അവിടെ ഇരിക്കും, ഇപ്പം തന്നെ ആക്കല്ലേ, ഞാൻ ഒന്ന് പറയട്ടെ കേട്ടോ. പിന്നെ സാർ, നമ്മുടെ PWD മാൻ 974 ഉണ്ടാക്കിയ മാനിലാണ്. 2012 ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്താണ് ഇബ്രാഹിം സാഹിബ് അപ്പം ചെറിയൊരു പരിഷ്കാരം. സാർ, അത് ഫുൾ PWD മാനുവൽ ഫുള്ളായിട്ടൊന്ന് പൊളിച്ചെഴുതി പുതിയൊരു PWD മാനുവൽ ഉണ്ടാവും. ഇവിടെ പലരും ശ്രദ്ധിച്ചു, ഇല്ലെങ്കിൽ ഒരു വർക്കും നടക്കില്ല. നമ്മളിപ്പോഴും പഴയ കാലഘട്ടത്തിലാണ്. കാലം എത്ര മാറി. എല്ലാവരും പറഞ്ഞിട്ട് AI ഗോവിന്ദമാഷൻ്റെ പറഞ്ഞിട്ടില്ലേ, AI കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, കമ്മ്യൂണിസ്റ്റ് സൈഡിലേക്ക് വരണമെന്ന് പറയില്ലേ. അപ്പോൾ അതേമാതിരി നമ്മൾ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു മാറ്റം, ആ ബാനറിന് മാറ്റുമ്പോൾ തന്നെ നമുക്ക് കഴിയും. ഭൂമി ഏറ്റെടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഭൂമി ഏറ്റെടുക്കുന്ന പ്രശ്നം, അതിൻ്റെ നൂലാമാലകൾ ഒന്ന് കുറച്ച് കൊണ്ടുവന്ന് എങ്ങനെയാണ് അത് നമുക്ക് വേഗത്തിലാക്കാൻ കഴിയുക എന്നുള്ളത് നോക്കണം. എല്ലാ പദ്ധതികളും നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ 50 കോടിൻ്റെ പ്രൊജക്റ്റ് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ 150-200 കോടി റുപ്യയാണ്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകണം. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അക്വിസേഷന് ചില സാഹചര്യത്തിലൊക്കെ വേണ്ടി വരും. കുറച്ചൊക്കെ ഇപ്പോൾ കാലം മാറി. അപ്പുറത്തുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നല്ല റോഡ് വരുമ്പം അവർക്ക് സ്ഥലത്തിന് വില കൂടും, അവർക്ക് അതിന് ബെനിഫിറ്റ് കിട്ടും. അതൊക്കെ നമ്മൾ കാണണം. നമ്മൾ കുറച്ചൊക്കെ നമുക്കൊരു ഇച്ഛാശക്തി ജനപ്രതിനിധികൾക്കുണ്ടാകണം, MLA-മാർക്കുണ്ടാകണം, മന്ത്രിമാർക്കുണ്ടാകണം, എനിക്കുണ്ടാകണം. G. സുധാകരൻ സാറ് പറഞ്ഞു, എന്നെ പറ്റി നന്നായി പറഞ്ഞു, പാപ്പാനെ പറ്റി നന്നായി പറഞ്ഞു. അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹത്തിന് അറിയാം ആരൊക്കെയാണ് നല്ല ആൾക്കാരെന്ന് അറിയാം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതേ പറയാൻ കഴിയുള്ളൂ. ലീഗിനെ കുറിച്ച് പറഞ്ഞു, ലീഗിനെ അദ്ദേഹത്തെ പറഞ്ഞു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് എല്ലാ സത്യവും പറയും. കപട കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം പറയില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അദ്ദേഹത്തിന് നല്ല വിവരം, നല്ല ഓർമ്മശക്തി, നല്ലതുണ്ട്. നല്ല മന്ത്രിയായിരുന്നല്ലോ. അദ്ദേഹത്തോട് നല്ല നിൽക്കണം. സജി ചെറിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്വന്തം ആളായിരുന്നല്ലോ. പിന്നെ തെറ്റിയതല്ലേ? അല്ല, നമ്മളല്ലല്ലോ. ഞാൻ മാത്രമേ തെറ്റാതെ ഞാൻ നടന്നിട്ടുള്ളൂ. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ശരിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാലത്ത് PWD വകുപ്പിൽ ഒരുപാട് വർക്ക്, നല്ല വർക്കുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നെ ആവശ്യമായ ഫണ്ട് PWDക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ബഡ്ജറ്റിൻ്റെ 2ാമത്തെ ആൾട്രേഷൻ മെമ്മോറിയൽ തന്നെ PWDക്ക് കഴിഞ്ഞ പ്രാവശ്യം അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ വെച്ചതിനേക്കാളും 278 കോടി രൂപ ഇപ്രാവശ്യം അധികം തന്നിട്ടുണ്ട്. ആവശ്യമായ ഫണ്ടുകൾ ഒക്കെ തരാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫണ്ടില്ലാത്തതിൻ്റെ പേരിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നിൽക്കില്ല. അതൊക്കെ നമുക്ക് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് പോകാം. പിന്നെ ചില പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളെ പല സ്ഥലങ്ങളിലും വികസനം
രണ്ട് രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ചില സ്ഥലത്ത് നന്നായി വികസനമുണ്ട്, ചില സ്ഥലത്ത് തീരെ നടന്നിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഈ മലപ്പുറം ഭാഗത്ത് കൊടുക്കും. അതുകൊണ്ട് ഈ മലപ്പുറത്ത് എല്ലായിടത്തും സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻ്റ് വന്നു. മലപ്പുറത്ത് ഒരു സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റിന് ഉള്ള ഒരു നടപടി ഉണ്ടാകും. മലപ്പുറം ടൗണിൽ മഹാനഗരമാക്കാനുള്ള നടപടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ ഒരു റവന്യൂ ടവറില്ല. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുമായി സംബന്ധിച്ചത് 65 കോടിൻ്റെ ഒരു പദ്ധതി ഉണ്ട്. ആ റവന്യൂ ടവർ നബാർഡിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ആ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു ഒരു 1-2 രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ പറഞ്ഞു ബിന്ദു കൃഷ്ണൻ്റെ തലയിൽ പായസം കൊണ്ടുണ്ട് അന്വേഷിച്ചു. അത് മാത്രമല്ല, ബഹുമാനായ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ പ്രോട്ടോകോൾ വിമാനത്തിൽ കയറാൻ പറ്റാതെ വന്നപ്പോൾ അത് അന്വേഷിച്ചിട്ട് അയാളെ പേരിൽ നടപടിയെടുത്ത ഗവൺമെൻറ്റാണിത്. പിന്നെ നിങ്ങൾക്ക് മാറിയോ? നിങ്ങൾ തിരുത്തുന്നു, നിങ്ങൾ തിരുത്തി. എന്താ തിരുത്തിയ CPM? നിങ്ങൾ എന്താ തിരുത്തിയത്? ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നന്നാകണം, നിങ്ങൾ ഉണ്ടാകണം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ല. നിങ്ങളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരുത്തിയത് വെള്ളിയാഴ്ചൻ്റെ സെക്രട്ടേറിയറ്റ് ചൊവ്വാഴ്ചക്ക് മാറ്റി. അല്ല ഇതാണ് അല്ല മാറ്റം. നിങ്ങൾ മാറ്റം ഞാൻ പറഞ്ഞത് മാറ്റമാണ് പറഞ്ഞത്. അതൊക്കെ പറയും. കുറച്ചൊക്കെ ജോയി രാഷ്ട്രീയം പറയണ്ടേ? നിങ്ങളിങ്ങനെ ഞങ്ങളെ പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തരണ്ടേ? പിന്നെ പിന്നെ ഇപ്പം നിങ്ങൾ പറയുന്നത് PM ശ്രീ, നിങ്ങൾ അതിന് കുട്ടി ഉണ്ടായിക്കാണ്ട് പിന്നെ അത് അബോർഷൻ ചെയ്യാൻ വേണ്ടി അമ്മോട് പറയണേ ഏർപ്പാടാക്കുന്നത്. ഞങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളെല്ലാം ആപ്പാ, നിങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുത്ത്, ഞങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുത്ത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ പറയണ്ടേ? നിങ്ങളൊന്ന് ആത്മാർത്ഥമായി നെഞ്ഞത്ത് കൈവച്ച് നിങ്ങൾ പറയും. നിങ്ങളെല്ലാം ഒരാൾ ഇത് അപ്പൊ അതുകൊണ്ട് സാർ ഞാൻ കഴിഞ്ഞു സാർ, ഞാൻ അവസാനിപ്പിച്ചു സാർ. ഞാൻ അവരെ വിഷമിപ്പിക്കല്ലേ സാർ, അവരെ മനസ്സൊന്ന് പാകപ്പെടുത്തി അവരൊന്ന് ചിരിപ്പിക്കാൻ.